ഈ ഖൈബർ ഷേക്കൻ ബാലിസ്റ്റിക് മിസൈൽ. ഇത് ഇറാനിൽ ഈ മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ വിഭാഗത്തിൽ പെടുന്നതാണ്. ഇത് ഖര ഇന്ധനം ഉപയോഗിച്ച്, സോളിഡ് ഫ്യൂവൽ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു സോളിഡ് ഫ്യൂവൽ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ സംവിധാനമാണ്. ഇത് IRGC വികസിപ്പിച്ചെടുത്ത 3ാം തലമുറയിൽപ്പെട്ട ഒരു സംവിധാനമാണ്. ഇത് 2022 ഈ ഖൈബർ ഷേക്കൻ മിസൈലുകൾ IRGC പുറത്തിറക്കുന്നത്. അത് ഈ സോളിഡ് ഫ്യൂവൽ അല്ലെങ്കിൽ ഖര ഇന്ധനം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാർഹെഡ് എന്ന നിലയിൽ അതിന് അതിനൂതനമായ സാങ്കേതിക സംവിധാനമുണ്ട്. അതിൻ്റെ മെന്യൂറബിൾ കപ്പാസിറ്റി എന്നത് തന്നെ വളരെ ആകർഷണീയമാണ്. അതുപോലെ ഈ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മിസൈൽ എന്ന നിലയിൽ കൂടി ശ്രദ്ധേയമാണ്. അത് 1450 കിലോമീറ്ററുകൾ താണ്ടി അറ്റാക്ക് ചെയ്യാൻ കഴിയുള്ള ഒരു ആയുധം എന്ന നിലയിൽ കൂടി അത് ശ്രദ്ധേയമാണ്. ഇത് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇറാൻ നേരത്തെ കൂട്ടി ഡെവലപ്പ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ആയുധമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതാണ്ട് 11 മീറ്റർ നീളവും 76 സെൻറ്റിമീറ്റർ ഡയമീറ്ററും ഉള്ള 6.3 ടൺ വരുന്ന ഒരു മിസൈൽ സംവിധാനം. അതിൻ്റെ വാർഹെഡ് ഏതാണ്ട് 550 കിലോഗ്രാമാണ്. സ്വാഭാവികമായും അങ്ങനെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഈ ഖൈബർ ഷേക്കൻ ബാലിസ്റ്റിക് മിസൈലിന് അങ്ങോട്ടേക്ക് ടെലവീവിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു നാശനഷ്ടം വിതയ്ക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ മിഡിൽ റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ പട്ടികയിൽ വരുന്ന ഈ ഖൈബർ ഷേക്കൻ അതിൻ്റെ ലോഞ്ചേഴ്സിനും പലതരം ലോഞ്ചറുകളിൽ നിന്ന് അത് വിക്ഷേപിക്കാനാകും. അത് ഒരു കമേഴ്ഷ്യൽ ചേസിന് മുകളിൽ വെച്ച് അത് വിക്ഷേപിക്കാനാകും. ഒരു വാഹനത്തിൽ നിന്ന് വിക്ഷേപിക്കാനാകും. അങ്ങനെ ഒട്ടനവധി സാങ്കേതിക സംവിധാനങ്ങളുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ അത് അതിൻ്റെ ഒരു അറ്റാക്ക് വരുന്നു എന്നത് ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടാക്കും എന്നാണ്. ഇത് നേരത്തെയും ഇസ്രായേലിലുള്ള മിലിറ്ററി ടാർഗറ്റ്സ് അറ്റാക്ക് ചെയ്യാനായി ഈ